ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആരും ആക്ഷൻ എടുക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, സ്ലോലി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നമുക്ക് ആദ്യം നോക്കാം. അവരുടെ ഈ ഒരു ടൈമിലുള്ള എനർജി എന്താണ്? വി ഹാവ് ദ 4 of Wands. ഓക്കെ, again the 4 of Wands. okay, രണ്ട് 4 of Wands in different type. The Queen of Wands, 4 of Wands. ഓക്കെ, ദി ഹാങ്ഡ് മാൻ എനർജി. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ടൈം ആഗ്രഹിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഒരു സ്റ്റെബിലിറ്റി നിറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളിൽ ഒരു കണക്ഷൻ ഈ ഒരു ടൈം ആ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണ് നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനുള്ള ഒരു ചിന്ത അതാണ് അല്ലെ. പക്ഷേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പേഴ്സണ് അനുകൂലമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. കാരണം ഈ നിങ്ങളെക്കുറിച്ചുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് എന്തുകൊണ്ടോ ഒരു ബ്ലോക്കഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു എനർജി പ്രകാരം ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുമ്പോഴും പക്ഷേ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് അത് നടക്കാത്ത രീതിയിലുള്ള അവസ്ഥ. ഇവിടെ ആ ഒരു പേഴ്സണ് സ്ട്രോങ് ആയിട്ട് നിങ്ങളോടൊന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ പോസിബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ കാർഡ്സ്. We have the 6 of Swords, the Chariot card, the 9 of Pentacle, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറഞ്ഞ ഏസ് ഓഫ് സോഡ് ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സണ് ഇപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള ഒരു എനർജിയിലാണ് കാണിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുക്ക് വരുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് പല കാര്യങ്ങളും അല്ലെങ്കിൽ മാറ്റി വെച്ച് നിർത്തി അല്ലെങ്കിൽ മാറ്റി നിർത്തി വരേണ്ട ഒരു രീതിയിലുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ആ ഒരു പേഴ്സൺ രണ്ട് ഡബിൾ മൈൻഡിൽ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഒരേ രീതിയിൽ രണ്ട് കാര്യങ്ങൾക്ക് ചിലപ്പം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ അവരവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് ഈ ഒരു ടൈം മുൻതൂക്കം കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ അടുക്ക വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ആ ഒരു പേഴ്സണ് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം എനർജറ്റിക്കലി ആ ഒരു പേഴ്സണ് നിങ്ങളെ ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണ് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ആണെങ്കിലും തരണമെന്നുണ്ട്. പക്ഷേ ഇത് എവിടുന്ന് തുടങ്ങുന്നു അല്ലെങ്കിൽ എന്താകുന്നു ഒരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ഡബിൾ മൈൻഡിൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. വി ഹാവ് ദി 9 of Cups as a reverse. okay, the 7 of Wands, Page of Pentacles, the 10 of Wands ആണ്. ഓക്കെ, ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എനർജറ്റിക്കലി ഒരു സ്നേഹം എന്നുള്ളതിനേക്കാൾ കൂടുതലൊരു കണക്ഷനാണ് ആ ഒരു പേഴ്സണ് ഇപ്പോൾ കറൻ്റ്ലി ഫീൽ ചെയ്യുന്നത്. ആ ഒരു കണക്ഷൻ്റെ പുറത്ത് കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനുള്ള പോസിബിലിറ്റീസാണ്. കാരണം മൊമെൻറ്റിൽ ആ ഒരു പേഴ്സൺ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു സിറ്റുവേഷന് അവർക്ക് ഈ ഒരു സാഹചര്യത്തിന് അവർക്കൊരു ക്ലാരിറ്റി ആവശ്യമാണ്. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ചോദ്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു യാത്ര, അതിന് പലപ്പോഴും എന്താ പറയുക, ഓരോരോ കാര്യങ്ങൾ ആ ഒരു പേഴ്സണായിട്ട് എടുത്ത തീരുമാനങ്ങളും നിങ്ങൾ ആ ഒരു പേഴ്സണോട് പറയുന്ന കാര്യങ്ങളും അതൊക്കെ ഈ ഒരു ടൈം ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ അത്രയും ആ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോകെ നിങ്ങൾക്ക് ആ ഒരു സ്നേഹമില്ലേ എന്നുള്ള രീതിയിലുള്ള സംശയമൊക്കെ ആ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ പറയാമെന്നുണ്ടെങ്കിൽ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങളോടൊരു സ്നേഹമില്ല എന്ന് കാണിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ്. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് അവരുടെ ഉള്ളിലെന്ന് പറയുന്നത് അവരിപ്പോഴും നിങ്ങളെ ഒരു കാത്തു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിന് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത് എന്നാലോചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത്ര വരെ ഈ ഒരു പേഴ്സൺ ഒരു സെൽഫ് ഹീലിംഗ് പോലെ അല്ലെങ്കിൽ ഒരാത്മപരിശോധന പോലെ, അതായത് ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വിചാരിച്ചിരുന്നു, എന്നാൽ അതൊന്നും നടക്കാത്തതുകൊണ്ട് ആ ഒരു പേഴ്സൺ വളരെയധികം ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് രണ്ട് മനസ്സോടെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ,
ആ ഒരു പേഴ്സൺ എനർജറ്റിക്കലി എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് സ്നേഹമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം കാണിക്കണ്ട, അല്ലെങ്കിൽ വളരെ ഹാപ്പിനെസ് ആണ് നിങ്ങളെ മുമ്പിൽ, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി നല്ല അടിപൊളിയായിട്ട് ലൈഫ് വളരെ ഹാപ്പിനെസ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കൂടുതലായിട്ടും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് സെൽഫിഷ് പോലുള്ള, അവരുടെ പൈസയ്ക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യങ്ങളിൽ എന്ന് പറയുന്നത് കുറച്ചൊരു സെൽഫിഷ് കൈൻഡ് ഓഫ് എനർജിയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം കാര്യങ്ങളിൽ നോക്കുക, അതേപോലെ പൈസയ്ക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുമുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന്. ഓക്കെ, വി ഹാവ് ഏസ് ഓഫ് കപ്സ്, ദ നൈറ്റ് ഓഫ് കപ്സ്, ഏസ് ഓഫ് മൂൺ, നൈറ്റ്സ് ഓഫ് കപ്സ് ആൻഡ് ദ ഫോർ ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോഡാണ്. ഇവിടെ ഈ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മനഃപൂർവ്വം പാസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ശ്രമമാണ് എനിക്കിവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാത്തരം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും ചില ആൾക്കാരെന്ന് പറയുന്നത് പുതിയൊരു പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിലേക്ക്, പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും പാസ്റ്റിലെ ഓർമ്മകൾ വെച്ചിട്ട് വേണ്ട, അതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഉള്ള അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ, പുതിയ വ്യക്തികളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി എനിക്കിപ്പോൾ മനസ്സമാധാനമാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിനും വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്ന സമയത്ത് നിങ്ങൾ മനഃപൂർവ്വം എന്താണ് അതിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുകയാണ്. ഇല്ല, ഞാൻ മിസ് ചെയ്യുന്നില്ല, എന്നെ വേണ്ടാത്തവരെ എനിക്ക് എന്തിനാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ നിൽക്കുന്നുണ്ട്. ആ ഒരു രീതി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കുള്ള അവസരങ്ങൾ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ആൾക്കാർ മാരേജ് ഒന്നും കഴിയാത്തൊരു പേഴ്സൺസൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയൊരു എനർജി നിങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ നോക്കുകയാണ്. കുറേ ഒരു പുതിയ ഒരാൾക്കാരുടെ ഒരു എൻട്രി ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ എനർജി പ്രകാരം നിങ്ങളതിന് തയ്യാറല്ല. കാരണം എനിക്കിപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ചെയ്തത് തന്നെ മതി, ധാരാളം എന്നുള്ള രീതിയിൽ ഒന്ന് മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെയാണ് എനിക്ക് കിട്ടിയ എനർജി എന്ന് പറയുന്നത്. കിങ് ഓഫ് വോൺസ്, അതുപോലെ തന്നെ പേജ് ഓഫ് സോഡ്, ദ നയൻ ഓഫ് സൂഡ്, ഈ ഒരു എനർജിയാണ്. ഓക്കെ, ഇവിടെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി പ്രകാരം നിങ്ങൾ എനർജറ്റിക്കലി ആ ഒരു ഏതൊരു പേഴ്സണിൽ നിന്നും ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തൊന്ന് മാറി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നു, ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസം അവർ തകർക്കുന്നു, വീണ്ടും ഈ ഒരു സൈക്കിൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു രീതി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തിൻ്റെ രീതിയിലാണ് വീണ്ടും അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. മേ ബി നിങ്ങളിപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് വേണ്ടി കൊടുത്ത സ്നേഹങ്ങളെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ അത്രയും നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കാതെ പോയ ആ ഒരു പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മനഃപൂർവ്വം മാറിപ്പോകുന്നു. ആ ഒരു പേഴ്സണെ കുറിച്ച് ഇപ്പോൾ ഓർക്കാനേ കുറേ ആൾക്ക് താല്പര്യമില്ല. വളരെ നല്ല കാര്യമാണ്. കാരണം നിങ്ങളുടെ വില മനസ്സിലാക്കുന്നിടയ്ക്കാണ് ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഉള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാവുക. കാരണം ടോക്സിക് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ കടന്നുപോയ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത് എത്രത്തോളം നിങ്ങൾ സഫർ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഓരോ കാർഡ്സ് വൈസും ഇവിടെ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പാഷനുണ്ട് ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ. എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ആ ഒരു പേഴ്സണെ വെറുക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനോ പറ്റില്ല. ആ ഒരു രീതിൻ്റെ നടുക്ക് നിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ബട്ട് എന്നിരുന്നാൽ പോലും നിങ്ങളൊന്ന് ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്ന അവസ്ഥ, ഒരു നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുൻതൂക്കം കൊടുത്ത് പോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അവിടെ എനിക്ക് നിങ്ങളും ഇവിടെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. പക്ഷെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളെയും വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു ഹോപ്പുണ്ട്. കാരണം നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി വരും. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ആ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ വരുമ്പോൾ അതിൽ നിന്നും മനഃപൂർവ്വം, കാരണം ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഇതേ ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു രീതി, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഹൈ പ്രീസ്റ്റസ്, ഓക്കെ, ദ കിങ് ഓഫ് കപ്സ്, ദ സ്റ്റാർ കാർഡ്. ഇവിടെ കിങ് ഓഫ് വോൺസ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. മേ ബി തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാഹചര്യം വെച്ച് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ കാണിക്കുന്നുണ്ട്.
ഇവിടെ പറയാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ ഒരു പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരുണ്ട്. ഇനി എനിക്ക് അങ്ങോട്ടേക്ക് എൻ്റെ എനർജി ഒന്നും വേസ്റ്റ് ആക്കാനില്ല എന്നുള്ള രീതിയിലേക്ക് നിങ്ങളൊന്ന് മാറ്റി നിർത്തി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോഴും നിങ്ങൾക്കൊരു ഒരു ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. മേ ബി അങ്ങനെ ആ ഒരു പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ആയിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവുക. അതാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സൺ അത്രയും നിങ്ങളെ വളരെയധികം മെൻ്റലി ഹേർട്ടാക്കിയിട്ടുണ്ട്, വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാർ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ വഴി ഉണ്ടായിരുന്ന ഒരു ഉള്ള സമയത്തുള്ള ഒരു സന്തോഷത്തെക്കാൾ 100 ഇരട്ടി കുറേ ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഒരുപാട് വിഷമങ്ങളാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ച ഒരു സാഹചര്യം കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്നറിയുന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ വീണ്ടും ആവർത്തിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിലുള്ള സമയത്തും മേ ബി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി പ്രകാരം അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഡിസ്റ്റൻസ് നിന്നും നോക്കാം. വരുന്നുണ്ടെങ്കിൽ അതൊരു ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ചാൻസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കുറേ ആൾക്കാരുടെ എനർജി പ്രകാരം ഒന്നും കൺഫ്യൂഷൻ ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്താ ചെയ്യുന്നത് നോക്കുക. ആ ഒരു പേഴ്സണ് തോന്നുമ്പോൾ വരുന്നുണ്ടാകാം, തോന്നുമ്പോൾ പോകുന്നുണ്ടാവാം. അങ്ങനെയുള്ള രീതിയിലുള്ള എനർജി ആയിരിക്കാം ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്താണ് ഇപ്പോൾ മെഡിറ്റേഷനിൽ അത് യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിലൂടെ നിങ്ങൾ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സമാധാനം കണ്ടെത്തുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതും ഒരു ബാലൻസാണ്. ആ ഒരു പേഴ്സണിൽ നിന്നും കിട്ടാതെ പോയതും ചിലപ്പം അതുതന്നെയായിരിക്കാം ഒരു ക്ലാരിറ്റി, ബാലൻസ് ഇല്ലാത്ത അവസ്ഥ. ആ ഒരു കാര്യത്തിൽ നിന്നും മാറി ഇനി എൻ്റെ ലൈഫിൽ എനിക്ക് പ്രയോറിറ്റി കൊടുത്ത് എനിക്ക് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾ മറ്റങ്ങോട്ട് ആ ഒരു വ്യക്തിയെ ചേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി നിങ്ങൾ എന്താണ് അട്രാക്റ്റ് ചെയ്യണം. എന്നെ വേണ്ടവർ ഒരിക്കലും ഞാൻ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല. കാരണം യൂണിവേഴ്സലായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ട്. അത്രത്തോളം തന്നെ നിങ്ങൾ വളരെ പ്രൗഡായിട്ട്, അല്ലെങ്കിൽ പണ്ട് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം എല്ലാ കാര്യങ്ങളും ആ ഒരു പേഴ്സൺ പറയുന്നതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എടുത്ത ചാടി തീരുമാനിക്കുന്ന ഒരു ആൾക്കാരായിരിക്കാം ചിലപ്പോൾ പണ്ട് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ക്ലാരിറ്റിയോട് കൂടി മാത്രമേ നിങ്ങളിപ്പോൾ ഒരു കാര്യം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനർജി പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലൊരു ക്ലാരിറ്റി വേണം. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റി തരട്ടെ, എന്നിട്ട് വന്നോട്ടെ. ആ ഒരു രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺസ് ആയിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ നിന്ന് പോണേ പൊക്കോട്ടെ, ഞാനിനി ആരെയും അങ്ങോട്ട് തേടി പോവുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് വീണ്ടും വീണ്ടും പോയിട്ട് എൻ്റെ വില കളയാനോ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടാകാം. നമുക്ക് ഇനി ആലോചിക്കാം, ഇനി ആ ഒരു പേഴ്സണ് ഒരു ചാൻസ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. We have the 4 of Wands, the 9 of Cups, the 2 of Cups, the 10 of Swords. Okay, ജസ്റ്റിസ്. നിങ്ങൾ അർഹിച്ച ആ ഒരു നീതി അത് നിങ്ങൾക്ക് കിട്ടട്ടെ, ഒരു ക്ലാരിറ്റി അത് കിട്ടട്ടെ, ഒരുപാട് ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം കിട്ടട്ടെ. എന്നിട്ട് നമുക്ക് ഒരു സോൾമേറ്റ് കൈൻഡ് ഓഫ് രീതി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് ചിലപ്പോൾ ചില ആൾക്കാരെ നിങ്ങൾ ഇങ്ങോട്ട് ബ്ലോക്ക് ആക്കിയതായിരിക്കാം. ആ ഒരു പേഴ്സണ് തന്നെ ഈ ഒരു സാഹചര്യത്തിന് എന്താണ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് അഡിക്ഷൻ ആവുമോ അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ചിന്തിച്ചു പോകുമോ? ചില കാര്യങ്ങളിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് ബ്ലോക്ക് ആക്കിയവരാണെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ അൺബ്ലോക്ക് ആക്കിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ്. കാരണം ഇവിടെ ആ ഒരു പേഴ്സണായിട്ട് ഉണ്ടാക്കിയ ഒരുപാട് വേദനകളാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുതലായിട്ടും വേദനകൾ ഇൻ ദ സെൻസ് എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ അതൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിലുള്ളത്. നിങ്ങളുടെ എനർജറ്റിക്കലി ആ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് അത്രമേൽ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിക്കാണുന്നുണ്ടാവും. ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഇനി ഫ്യൂച്ചറിൽ എൻ്റെ ലൈഫിൽ ഇനി ഒരാൾ വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണായിട്ട് എടുക്കട്ടെ അല്ലെങ്കിൽ എഫേർട്ട് എടുക്കട്ടെ, അല്ലാതെ ഇങ്ങനെയുള്ള സ്വഭാവം വെച്ചിട്ട്
ആരും എൻ്റെ ലൈഫിലേക്ക് വരണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പെയിനിലൂടെ, ഒരുപാട് വേദനയിലൂടെയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വേദന തന്നെയാണ് നിങ്ങളിലെ ശരിയും തെറ്റും, അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്ന് വെച്ചാൽ ആദ്യം കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തികളാകാം, അതുകൊണ്ടായിരിക്കാം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പേഴ്സൺസ് ആയിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെയായിരിക്കാം കുറേ ആൾക്കാർ ആ ഒരു പേഴ്സണിൻ്റെ സ്നേഹം എന്നുള്ള ആ ഒരു ചതി തന്നെ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് പറയാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് എടുത്തു കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണ് ആ ഒരു സമയത്ത് സന്തോഷത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം ഉപയോഗിച്ചിട്ടുണ്ടാകാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹമോ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരുപാട് എനർജി ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പേഴ്സണെ എൻ്റെ ലൈഫിലേക്ക് വേണ്ട എന്ന്, അതായത് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് കുറച്ച് സമാധാനമാണ്, അതേപോലെ എൻ്റെ ലൈഫിൽ കുറച്ച് ക്ലാരിറ്റിയാണ്. ഇനി എൻ്റെ ലൈഫിൽ ആരെങ്കിലും വരണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറേ ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു എനർജീനേക്കാളും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സമാധാനമാണ്, ഹാപ്പിനെസ്സാണ്, ഓക്കെ, ഒരു സ്റ്റെബിലിറ്റിയാണ്. ഓക്കെ, എൻ്റെ ആൾക്കാർ ഒരിക്കലും ഞാൻ അങ്ങോട്ട് തേടി പോകേണ്ട അവസ്ഥ വരില്ല, എന്നെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത്രയും നാൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ഈ ഒരു ഹാപ്പിനെസ്സോടുകൂടി, ഇപ്പോൾ ഹാപ്പിനെസ് എന്താണ്, സന്തോഷം എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലാണ്. നമുക്ക് നിങ്ങൾക്കുള്ള ടാരറ്റ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എല്ലാ ഗൈഡൻസും യൂസ് ചെയ്യാം കേട്ടോ. വി ഹാവ് ജസ്റ്റിസ് കാർഡ്, ഓക്കെ, ദ ക്യൂൺ ഓഫ് പെൻഡക്കിൾ, the 3 of cups, the emperor card, bottom of the deck 2 of wands, okay. ആസ്ട്രോളജിക്കൽ ട്രാൻസിറ്റ് എന്നുള്ളൊരു കാർഡാണ്. നിങ്ങളെപ്പോഴും യൂണിവേഴ്സലുമായിട്ട് കണക്റ്റ് ആക്കുന്നു അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സലിനോട് ചോദിക്കുന്നുണ്ടാകും. നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സലിനെ വിശ്വസിക്കുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഗെറ്റ് ഇൻഫോംഡ്, കോസ്മിക് എനർജീസ് ആർ പുഷിങ് ഓർ സപ്പോർട്ടിങ് യു. ഒരു കാര്യങ്ങളിൽ നിന്ന് വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറാൻ നിങ്ങൾ ഈ ഒരു സമയത്ത് ഏഞ്ചൽസ് സഹായിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കോസ്മിക് എനർജീസ് എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു, സഹായിക്കുന്നു. ഒക്കെ വളരെ വേദനകരമായിട്ടുള്ള എന്തെങ്കിലും തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ കൂടെ യൂണിവേഴ്സിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് എനർജി ക്ലിയറിംഗ് എന്നുള്ള ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ യോഗ പ്രാക്ടീസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മെഡിറ്റേഷൻ വഴി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറച്ചും കൂടി പവർഫുള്ളായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ക്ലെൻസിങ് യുവർ സിസ്റ്റം ടു ഓപ്പൺ ടു പോസിറ്റിവിറ്റി. അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ പോസിറ്റിവിറ്റി എനിക്ക് അട്രാക്റ്റ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ട്രസ്റ്റ് യുവർ സെൽഫ് എന്നുള്ള കാർഡാണ്. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള സമയത്ത് നിങ്ങളോട് തന്നെ ചോദിക്കാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം വളരെ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഇൻറ്റ്യൂട്ടീവ്ലി പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ട്വിൻ ഫ്ലെയിം ഈസ് നോട്ട് റെഡി എന്നുള്ളതാണ്. അതായത് നിങ്ങൾ വിചാരിക്കും ഇന്ന സമയത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആളായില്ലേ ഇതുവരെ അവരോട് കുറിച്ചൊരു കോണ്ടാക്റ്റോ ഒരു വിവരമോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി അന്വേഷിച്ച് നടക്കുകയാണ്. എന്താ ചെയ്യുക, ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പേഷ്യൻസ് ആയിട്ട് ക്ഷമയോടെ നിൽക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് റിലേഷൻഷിപ്പിലുള്ള നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. ഓക്കെ, ഇവിടെ ഹേർട്ട് ടു ഹേർട്ട് കോൺവെർസേഷൻ ഹണിമൂൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ പാഷൻ എന്നുള്ളതാണ്. ഈ ഒരു ടൈം ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു കോൺവെർസേഷൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി കുറേ ആൾക്കാർക്ക് ഈ ഒരു ടൈമിനുള്ളിൽ കുറച്ച് ഡേയ്സിനുള്ളിൽ ചിലപ്പം ഒരു 2-3-4 ഡേയ്സിനുള്ളിൽ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. അതായത് ചിലപ്പോൾ രണ്ടിലൊരാൾ അവരുടെ ഫീലിങ്സ് മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടാകാം. തെറ്റിദ്ധാരണയുടെ പുറത്താണ് നിങ്ങളിപ്പം റിലേഷൻഷിപ്പിൽ എങ്കിൽ അതൊക്കെ മാറുന്നു. അതുപോലെ തന്നെ അത് മാറണമെങ്കിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. രണ്ടിലൊരാൾ തുറന്ന് സംസാരിക്കാതെ ഒന്നും നടക്കില്ലല്ലോ. കാരണം മേ ബി ചിലപ്പം
ഒരാൾ വളരെയധികം എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഹണിമൂൺ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയത്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. കുറേ ആൾക്കാർക്കെന്ന് പറയുന്ന ആ ഒരു പേഴ്സണെ കാണാനുള്ള അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേ ബി ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ് ആഗ്രഹം. ഇവിടെ ഹേർട്ട് ടു ഹേർട്ട് കോൺവെർസേഷൻ തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണ് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് പല കാര്യങ്ങളും പറയണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഞങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, വി ഹാവ് ദ 3 ഓഫ് കപ്സ്, ദ എംപറർ, ദ ജസ്റ്റിസ്, ക്യൂൺ ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റിസ്, ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് ആൾക്കാർ, നിങ്ങൾ ഓൾമോസ്റ്റ് ആൾക്കാർ ജസ്റ്റിസ് അർഹിക്കുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ് നോക്കി മുന്നോട്ട് പോകുന്നുണ്ടാകാം. വളരെയധികം മെച്യൂർ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് ഒരുപാട് ആൾക്കാർ മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് മുൻതൂക്കം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ച് ആൾക്കാരെ, എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ച് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് പോയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വീണ്ടും വീണ്ടും മനസ്സ് വിഷമിപ്പിക്കാൻ ഒന്നും നിൽക്കണ്ട. കാരണം നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ കാണാൻ ഒരു പോസിബിലിറ്റീസ്, ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്ന് വെച്ചാൽ എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ എടുക്കണം എന്നല്ല ഇവിടെ ടാരറ്റ്സും പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈം എടുക്കുക. ടൈം എടുത്ത് ആ ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തിയെ പോലെയല്ല, അല്ലെങ്കിൽ തീർച്ചയായും ടോക്സിക് അല്ല. അത് തുടക്കത്തിലെ കാര്യം മാത്രം നോക്കിയിട്ടല്ല പറയേണ്ടത്. നേരെ മറിച്ച് ആ ഒരു പേഴ്സൺ നിങ്ങളെ ജീവിതത്തിൽ, ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിലനിർത്താൻ ശ്രമിക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും പല ആൾക്കാരെ സംബന്ധിച്ച് ഒരു പുതിയൊരു തുടക്കം കാണിക്കുന്നതായിട്ടാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഹോപ്പ് നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.